ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ എല്ലാ പ്രൊഡക്റ്റും അടിപൊളി പ്രൊഡക്റ്റ്സ് ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു റൊട്ടേറ്റിംഗ് കണ്ടെയ്നറാണ് കേട്ടോ. 6 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ. ഇത് ഞാൻ ഈ യൂട്യൂബ് വീഡിയോസിൽ അതുപോലെ ഇൻസ്റ്റാ പോസ്റ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന കണ്ടെയ്നറാണ്. ഇതിൻ്റെ ലിഡ് കണ്ടോ, ഇങ്ങനെ കേട്ടോ വരുന്നത്. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വന്നിട്ട്, നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇതുപോലെ 6 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ഇതിൽ കിച്ചൺ പ്രൊഡക്ട്സ് ഇങ്ങനെ ഇട്ട് വെച്ചാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും, യൂസ് ചെയ്യാനും ഈസിയാണ്. പിന്നെ നമുക്ക് കുറഞ്ഞ സ്പേസും മതി കേട്ടോ. ഈ ഒരു 6 കൂടെ വരുമ്പോൾ ഈ ഒരു സ്പേസിലാണ് വരിക. അപ്പം ഞാനിപ്പോൾ ഒന്നാണ് വാങ്ങിച്ചിട്ട് ഉള്ളത്. അപ്പോൾ എങ്ങനെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് 2-3 വാങ്ങിച്ച് വെച്ചാൽ കിച്ചണിലേക്ക് ഈ ഒരു കണ്ടെയ്നർ മാത്രം മതിയിട്ട് എല്ലാ പ്രൊഡക്റ്റും നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതിലെങ്ങനെയാണ് നമ്മൾ ഇതിന്ന് ഓരോ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ പുറത്തെടുക്കാമെന്ന് കൂടി കാണുന്നത്. അപ്പോൾ ഇതുപോലൊരു ട്രേ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നു നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ ഇതിന്ന് എങ്ങനെയാണ് പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാന്ന് വെച്ചാൽ, ഈ ഒരു ട്രേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏത് കമ്പാർട്ട്മെൻറ്റിലുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതിന് നേരായിട്ട് ആ ട്രേ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് നേരായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ, എന്നാലേ നമുക്ക് കറക്റ്റ് സംഭവം കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇങ്ങനെ വന്നോളൂ കേട്ടോ. നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് അതിൻ്റെ താഴെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. നല്ല ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ താഴേക്ക് ഊർന്ന് വരുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണ നമ്മൾ കണ്ടെയ്നേഴ്സിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് താഴെയുള്ളത് എത്തുമ്പം നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ നമ്മളത് ഒഴിച്ചിട്ട് പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇതിൽ അങ്ങനെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ താഴെ ഉള്ളതാണ് ആദ്യം കൂടി പോരുക. അപ്പോൾ മുകളിൽ നമ്മൾ പുതിയത് വാങ്ങിയത് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ലത് മേലെ ആദ്യം വാങ്ങിയത് താഴെയായിട്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു യൂസ്ഫുള്ള പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ അരി എടുത്ത് കാണിച്ചു തരാം. അരി നമ്മൾ ആ ട്രേ നേരെ അതിൻ്റെ ലെവലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ നല്ല ഈസി ആയിട്ട് താഴോട്ട് പോകുന്നുള്ളൂ കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, കാണാൻ നല്ല ഭംഗിയുള്ള, കിച്ചൺ നല്ല ഒരു റിച്ച് ലുക്കിൽ കൊണ്ടെത്തിക്കാനൊക്കെ കഴിയുന്ന നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അത്യാവശ്യമുണ്ട്. 1286 രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. ആ പ്രൈസിന് വേർത്താണോ എന്ന് ചോദിച്ചാൽ സൂപ്പർ വേർത്താണ്. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല യൂസ്ഫുൾ ആണ്. കിച്ചണിൽ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മളൊരു 6 കണ്ടെയ്നേഴ്സൊക്കെ അല്ലാതെ വാങ്ങിക്കുമ്പോഴും ഏകദേശം ആ ഒരു പ്രൈസൊക്കെ ആവും. അപ്പോൾ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള പുതിയ മോഡൽ ഒരു കണ്ടെയ്നർ ആകുമ്പം അത്ര പ്രൈസ് കൊടുത്താലും നഷ്ടമില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. കിച്ചൺ നല്ല ഭംഗിയിലിരിക്കാനും നല്ലതാണ്. നമുക്കൊരു പാൻട്രി യൂണിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2-3 കണ്ടെയ്നർ വാങ്ങിച്ച് വെച്ചാൽ അത് മതിയാവും കേട്ടോ, നമുക്ക് കിച്ചണിലേക്കുള്ള മൊത്തം പ്രൊഡക്റ്റ് വെക്കാൻ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു സംഭവമാണ്. ഇതെന്താണെന്നറിയോ, നമുക്ക് ഗാർലിക് ഇട്ട് വെക്കണം, അതായത് വെളുത്തുള്ളി ഇട്ട് വെക്കാനുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ. അതിനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കുമ്പം ഇതുപോലെ ഹോളുള്ളതിലാണല്ലോ ഇട്ട് വെക്കുക. അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ. മെറ്റലിലാണ് മെറ്റീരിയൽ വന്നിട്ട്. ഇതുപോലെ 2 ഭാഗത്ത് 2 ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് താഴെ ഇതുപോലെ ഹോൾസൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി കണ്ടെയ്നർ കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, കിച്ചണിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. കിച്ചൺ മീൻസ് നമ്മളെവിടെയാണോ ഈ ഒരു സംഭവങ്ങളൊക്കെ വെക്കുക അവിടെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 364 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ പൊട്ടാറ്റോ ഇട്ട് വെക്കുന്നത്, അതുപോലെ ഒനിയൻ ഇട്ട് വെക്കുന്നതൊക്കെ കണ്ടെയ്നേഴ്സ് നമ്മൾ മീഷോയിൽ കാണാൻ കഴിയും കേട്ടോ. നല്ല ഭംഗിയാണ്. അതുപോലെയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പേര് എഴുതി വെച്ചതിലൊക്കെ ഇങ്ങനെ കിച്ചണിൽ വെക്കുമ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഒരുപാട് ഇൻസ്റ്റാ പേജിലൊക്കെ ഇതിൻ്റെ സെയിൽസ് നടത്തുന്ന ഇൻസ്റ്റാ പേജിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരുപാട് പ്രൈസ് ഹൈ ആണ് കേട്ടോ. അപ്പോൾ അഫോർഡബിൾ ആയുള്ള പ്രൈസിനാണ് നമുക്കിത് മീഷോന്ന് കിട്ടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്, സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങിക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു, പറ്റി ചെറുതായി പോകുന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ശരിക്കും
ശരിക്കും സ്റ്റോണിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ആ സംഭവം ഉണ്ടല്ലോ, ആ ഒരു പെസിൽ, അതും അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 502 രൂപയായിരുന്നു കേട്ടോ. ആ പ്രൈസിനൊക്കെ എക്സ്ട്രാ വേർത്താണ്. നിങ്ങൾ വേറെ പേജസിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ ഇതുപോലുള്ള സ്റ്റോൺഡ് ഐറ്റംസിനൊക്കെ. അപ്പോൾ മീഷോ നമുക്കിത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ എന്നും പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോ കുറച്ചുകൂടെ കൂടുതൽ ആളിലേക്ക് എത്തുള്ളൂ. അത് നമുക്ക് ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഫ്രിഡ്ജ് കണ്ടെയ്നറാണ് കേട്ടോ. പ്രീമിയം ക്വാളിറ്റി എന്ന് വെറുതെ പറയില്ല, ശരിക്കും നമ്മൾ ഹോം സെൻറ്ററിനും ഐക്കയെന്നൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പിലുള്ള കണ്ടെയ്നർ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലുള്ള കണ്ടെയ്നറാണ്. നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു കണ്ടെയ്നർ, നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ വരുന്ന, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു കണ്ടെയ്നർ. 4 ഭാഗം ഇതുപോലെ ക്ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, വെറുതെ പറയല്ല. ഈ ഒരു ലിഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് സാധാരണ ടിഫിൻ ബോക്സിനൊക്കെ വരൂലേ, കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്ന ടിഫിൻ ബോക്സിനൊക്കെ വരുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലിഡ് കേട്ടോ. അതുപോലെ ഇത് 4 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു കണ്ടെയ്നർ വരുന്നത്. ലിഡിന് വാഷറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 4 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതുപോലെയുള്ള 4 കമ്പാർട്ട്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓരോ പാർട്ടായിട്ട് വരുന്ന ഈ സംഭവങ്ങളും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. നമ്മൾ വിചാരിക്കും ലോക്കൽ പ്ലാസ്റ്റിക് കട്ടാണ് കേട്ടോ, ഫോട്ടോയിൽ കാണാൻ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് വെക്കാനും, ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നില്ല കേട്ടോ, അല്ലാത്ത യൂസേജിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കണ്ടെയ്നറാണ് കേട്ടോ. ഇതിങ്ങനെ നീളത്ത് വരുന്ന 4 കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ കമ്പാർട്ട്മെൻ്റ് ഇല്ലാതെ ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചോട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 314 രൂപയായിരുന്നു കേട്ടോ, 311 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. കാരണം അത്രയും ക്വാളിറ്റിയിലുള്ളൊരു കണ്ടെയ്നർ, നമുക്ക് ഒരുപാട് കാലം ഇതെന്തായാലും യൂസ് ആക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ, നഷ്ടം വരില്ല. കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുകൊണ്ട് വാങ്ങിച്ചാൽ എന്തായാലും നഷ്ടം വരില്ല കേട്ടോ. ഇനി അടുത്ത പ്രൊഡക്റ്റും ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ് കേട്ടോ. ഷുഗർ, ടീ, കോഫീൻ്റെ കണ്ടെയ്നേഴ്സാണ്. നല്ല ഭംഗിയില്ല, നല്ല ക്വാളിറ്റി ഉള്ള 3 കണ്ടെയ്നേഴ്സ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ഭംഗിയും കാര്യങ്ങളൊക്കെ. ലിഡ് വരുന്നത് വുഡനിലാണ്. പിന്നെ ഈ ഒരു കണ്ടെയ്നർ വരുന്നത് മെറ്റലിലാണ് കേട്ടോ. കണ്ടാൽ സെറാമിക് ആണെന്നേ തോന്നുള്ളൂ, പക്ഷെങ്കിൽ മെറ്റലിൽ വരുന്ന നല്ല അടിപൊളി 3 കണ്ടെയ്നേഴ്സ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന, നല്ല അടിപൊളി ഭംഗിയിൽ വരുന്ന, കിച്ചണിലൊക്കെ വെച്ചാൽ നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്ന 3 കണ്ടെയ്നേഴ്സ് കേട്ടോ. നമുക്കൊരു കിച്ചണിലേക്കൊക്കെ പാകമുള്ളൊരു സൈസ് കിട്ടും, ഒരുപാട് വലുതല്ല ഒരുപാട് ചെറുതല്ല. നമുക്ക് ഷുഗറും ടീയും കോഫിയൊക്കെ ഇട്ട് വെക്കാൻ പാകത്തിനുള്ള 3 കണ്ടെയ്നേഴ്സ്. പിന്നെ അതാ ലിഡ് നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ വാഷറൊക്കെ വരുന്ന നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് ഇട്ട്. സാധാരണ അങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് കിട്ടാൻ പണിയാണ്. മെറ്റലിനും സെറാമിക്കിനും ഒക്കെ നമ്മൾ ലിഡ് വരുമ്പോൾ കുറച്ചൊരു ലൂസിലാണ് വരില്ല, പക്ഷേ ഇത് നല്ല എയർ ടൈറ്റ് അല്ല, നല്ല അടിപൊളി 3 കണ്ടെയ്നേഴ്സും 3 ലിഡും അടിപൊളി ഇട്ട്. എനിക്ക് എത്ര പറഞ്ഞിട്ട് മതിയാവില്ല, കാരണം അത്രയും ക്വാളിറ്റിയിലാണ് വരുന്നത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഒന്നിതാ ഞാൻ കാണിച്ചല്ലോ, ഇത് ഷുഗറിൻ്റെ ബോട്ടിൽ കേട്ടോ. അതാ കണ്ടോ, നല്ല എയർ ടൈറ്റ് ആണ്. നമ്മളിങ്ങനെ മൂടി പിടിച്ചെടുത്താലൊന്നും താഴെ വീണ് പോകണമെന്നില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയുള്ളത് കോഫീൻ്റെതും അതുപോലെ ടീൻ്റെയും കണ്ടെയ്നേഴ്സ് കേട്ടോ. 3 ഒരേ ഡിസൈനും ഒരേ കാര്യങ്ങളാണ്, പുറമെ എഴുതിയ ഒരു പേരിൽ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്രൈസ് 687 രൂപയാണ് കേട്ടോ. 687 രൂപക്കൊക്കെ എന്തായാലും വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു ഇതുപോലെയുള്ള ടീ ഷുഗർ കണ്ടെയ്നേഴ്സിനൊക്കെ നല്ല റേറ്റ് വരാറുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ, കണ്ടുപൂട്ടി വാങ്ങിക്കാതെ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് കേട്ടോ. അപ്പം
ഈ ഒരു സ്പാച്ചുല സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് കാർട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. കാരണം ഇതിന് പ്രൈസ് 1000 എബോവ് ആയിരുന്നു കേട്ടോ റേറ്റ് വരുന്നത്. പക്ഷേ ഇപ്പം പ്രൈസ് നന്നായിട്ട് അതിൻ്റെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പ്രൈസ് കുറഞ്ഞത് കണ്ടപ്പോൾ ഇത് ഒറിജിനൽ സിലിക്കണിൽ തന്നെയല്ലേ വരിക എന്നുള്ളത്. കാരണം ഇങ്ങനത്തെ സ്പാച്ചുല ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു സെറ്റ് വാങ്ങിച്ചപ്പോൾ ഇത്ര ഉണ്ടല്ലോ കേട്ടോ. അതൊരു 4-5 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ആയിരുന്നു. അത് ഒരു കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക്കിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇത് അടിപൊളി കേട്ടോ. ഇത് സിലിക്കണിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള സ്പാച്ചുലാസ് ഉണ്ടല്ലോ, അതായത് സിലിക്കൺ ആകുമ്പോൾ നമുക്ക് ചൂടുള്ള സംഭവങ്ങളൊക്കെ ഇട്ടാലും ഒന്നും സംഭവിക്കില്ല കേട്ടോ, ഹെൽത്തി തന്നെയാണ്. പക്ഷേങ്കിൽ പ്ലാസ്റ്റിക് അങ്ങനെയല്ലല്ലോ, ചൂടുള്ള സംഭവങ്ങളൊക്കെ ഇട്ടുമ്പോൾ അങ്ങോട്ട് ഉരുകി പോകും കേട്ടോ. അപ്പോൾ ഇതിൽ 11 വരുന്ന സ്പാച്ചുലാസ് ആണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഹാൻഡിലും കാര്യം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. നല്ല വുഡണിലാണ് വരുന്നത്. അതുപോലെ സ്പാച്ചുല നല്ല സിലിക്കണിലാണ് കേട്ടോ വരുന്നത്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിലിക്കൺ. അപ്പോൾ സിലിക്കൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ചൂടുള്ള ഫുഡ് നമുക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ 11 സ്പാച്ചുലാസ് ആണ് ഇതിൽ വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസാണ് കേട്ടോ ഓരോ സ്പാച്ചുലാസും. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ബ്ലൂവിലും വരുന്നുണ്ട്, ബ്ലാക്കിൽ വരുന്നുണ്ട്, അതുപോലെ റെഡിലും വരുന്നുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ചുള്ളത് പിങ്കാണ്. നമ്മളൊരു പിങ്ക് തീമൊക്കെ കിച്ചണിൽ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിരിക്കും കിച്ചണിൽ ഇങ്ങനെ ആ ഒരു സ്പാച്ചുല ഹോൾഡറിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് കിച്ചണിൽ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബ്രഷിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത് സാധാരണ ഞാൻ ഓരോന്നായിട്ട് വാങ്ങിക്കലുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ബ്രഷ് ഇങ്ങനെ സെറ്റ് പക്ഷേ അതിലൊന്നും ഇത്രയും സ്മൂത്തായിട്ടുള്ള ബ്രഷ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് അടിപൊളി കേട്ടോ, ഭയങ്കര സ്മൂത്ത്. ഇതിൻ്റെ ഈ ഒരു സംഭവമൊക്കെ ഭയങ്കര സ്മൂത്തും ഫ്ലെക്സിബിളും ആയിട്ട് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. പിന്നെ അതാ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിസ്ക് വരുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, നമ്മൾ ചൂടുള്ള സംഭവങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സംഭവമല്ലേ, ഇതിനെന്താ പറയുക, ഈ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് 11 ഐറ്റംസ് ആണ് കേട്ടോ ഇതിലുള്ളത്. ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പാച്ചുലാസും ഇതുപോലത്തെ പ്ലക്കറാണ്. പിന്നെ അതായത് ഒരു സ്പാച്ചുല ഹോൾഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. പിന്നെ ഇതുപോലെ താഴെ ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെള്ളം ആയാൽ താഴോട്ട് ട്രെയിനായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിയുന്നത് വെള്ളമാവാണ്ട് മീൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ ഡ്രൈ ആയതിനു ശേഷം ഇതിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ, അതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല വൃത്തിയിൽ കുറേ കാലം നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും സംസാരിച്ചൊരു പ്രൈസ് അറിയാൻ മറന്നു കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 539 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്താണ്. കാരണം ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്പാച്ചുല വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല റേറ്റ് ആവും. മാത്രമല്ല ഇതുവരെ 1000 എബോവ് പ്രൈസിലിരുന്നിരുന്ന ഒരു പ്രൊഡക്റ്റുമാണ് കേട്ടോ. പ്രൈസ് പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു കാസറോളാണ്. കാണാൻ നല്ല ഭംഗിയുള്ള നല്ലൊരു എസ്തറ്റിക് ലുക്കിലൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി കാസറോൾ കേട്ടോ. ഒരുപാട് വലിപ്പമൊന്നുമില്ല. നമ്മളൊരു 4 പേരടങ്ങണ അല്ലെങ്കിൽ ഒരു 5 പേരടങ്ങണ ഫാമിലിക്കൊക്കെ ഓപ്റ്റായിട്ടുള്ളൊരു കാസറോളാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗി കണ്ട് വാങ്ങിയതാണ് ഞാൻ. പക്ഷേങ്കിൽ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരു പേടി ഉണ്ടായിരുന്നു, ഭംഗി മാത്രമേ ഉള്ളൂ ക്വാളിറ്റി ഉണ്ടാവുമോ എന്നൊക്കെയുള്ളത്. പക്ഷേ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു കാസറോൾ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ ഇങ്ങനെ ടേബിളിൽ വെച്ചാൽ തന്നെ ഒരു റിച്ച് ലുക്കായിരിക്കും കേട്ടോ. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ബ്ലാക്ക് ഒക്കെ വരുന്ന ഒരു കോമ്പിനേഷനിൽ വരുന്ന പ്രിൻ്റാണ്. അതുപോലെ വൈറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ലുക്കും ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന ലിഡുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 461 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനുള്ള സംഭവം ഉണ്ട് കേട്ടോ. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരുപാട് വലുപ്പമല്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് വലുപ്പമല്ല, ഒരു 4-5 ആളുള്ള ഒരു ന്യൂക്ലിയർ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു കാസറോൾ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതും ഞാൻ ഒരുപാട് നാളായിട്ട് കാർട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ പ്രൈസ് കുറയോ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു തന്നതായിരുന്നു. അപ്പം ഇത് ഒരു എന്താ പറയുക, സെറ്റെന്നല്ല, ഇത് ഒരൊറ്റ സംഭവമാണ് കേട്ടോ. പക്ഷേങ്കിൽ 2 ജാറ് വരുന്ന, അപ്പുറത്തും 2 ജാറ് വരുന്ന ഒരു ഇതുപോലൊരു സംഭവം. ഇത് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അച്ചാറെടുക്കാൻ യൂസ് ചെയ്യുക,
അതല്ലാന്നുണ്ടെങ്കിൽ സോസസൊക്കെ, അതായത് ഡിപ്പിംഗ് സോസസൊക്കെ എടുക്കാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഉപ്പെടുക്കാൻ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സെറാമിക്കിലാണ് വരുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ലിഡോട് കൂടി കൂട്ടത്തിൽ സ്പൂണും കൊടുത്തിട്ടുണ്ട്. സ്പൂണും സെറാമിക്കിലാണ് കേട്ടോ. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ. ഇതിങ്ങനെ വെറുതെ കിച്ചണിൽ വെച്ചാലും ഒരു ഷോ പീസായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കിച്ചണിൽ കാണാൻ. അതുപോലെ ടേബിളിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അച്ചാറായിട്ടും അതുപോലെ ഡിപ്പിംഗ് സോസ് ആയിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ ജാറുകളാണ്, ഒരുപാട് വലുപ്പമൊന്നുമില്ല, ചെറിയ ജാറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 394 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, ഉപയോഗത്തിനേക്കാൾ കൂടുതൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്, ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ അതുപോലെ ലിഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇതിനേക്കാൾ പ്രൈസ് ഉണ്ട് ഇതിന് മുന്നേ. ഇപ്പോൾ ഒന്ന് പ്രൈസ് താഴ്ന്നപ്പോഴാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം പ്രൈസ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു 2 എണ്ണം വരുന്ന ഒരു ട്രേൻ്റെ സെറ്റാണ്. 2 ഡിഫറെൻറ്റ് സൈസസിൽ വരുന്ന ട്രേ ആണ്. ഞാൻ വിചാരിച്ചു ഇത് ഫോട്ടോയിൽ കണ്ടപ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും, പക്ഷെ അല്ല, വുഡണിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുള്ള 2 അടിപൊളി ട്രേ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 ഡിഫറെൻറ്റ് സൈസിലുമാണ്. ഇത് ചെറുതാണ്, ഇതിൻ്റെ നേരെ വലുതാണ് കേട്ടോ. മറ്റേ ട്രേ ഇത് അടിഭാഗമൊക്കെ കണ്ടോ നിങ്ങൾ, വുഡണിൽ ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ ഒരുപാട് ഇളകി പോവാതിരിക്കാനാണ് ആ താഴ്ഭാഗത്ത് ഒരു ബ്ലാക്ക് 2 സംഭവം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തത്. ഇത് ചെറിയ സൈസാണ്. പിന്നെ അതിനേക്കാൾ വലുതാണ് ഈ ഒരു സൈസ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവണമെന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിലൊക്കെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് വാർഡ്രോബിലും അതുപോലെ ഡ്രസ്സിങ് റൂമിലും അതുപോലെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ ഈ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ വെക്കൂലേ, അതിനൊക്കെ നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. ഒരുപാട് യൂസേജ് ഉള്ളൊരു ട്രേ ആണ്. അപ്പോൾ ഈ 2 എണ്ണം വരുന്നൊരു സെറ്റിന് 470 രൂപയായിരുന്നു കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ടു. ഇനിയിപ്പോൾ അടുത്തതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അടിപൊളി എല്ലാത്തിനും വെറുതെ പറയല്ല കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുള്ളൂ. ഇനിയിപ്പോൾ അഥവാ അടിപൊളിയല്ല, നമുക്ക് 100 മാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജാറാണ്. അതായത് ഒരു 2.5 ലിറ്ററൊക്കെ കപ്പാസിറ്റിയിൽ വരുന്ന ഒരു ജാറാണ്. നമുക്ക് കുറച്ച് കൂടുതൽ സംഭവങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജാറാണ്. ജാറിനെ കുറിച്ച് പറയുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ജാർ കേട്ടോ. ലിഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ വാഷറൊക്കെ കൊടുത്തിട്ട് നല്ല വെയിറ്റുള്ള ഗ്ലാസ്സിലാണ് കേട്ടോ കൊടുത്തിട്ട്. നല്ലൊരു ഡിസൈനുമാണ് കേട്ടോ കാണാൻ. പിന്നെ അച്ചാറൊക്കെ ഒരുപാട് ഇട്ട് വെക്കണവർക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ജാറാണ്. നല്ല വെയിറ്റുള്ള ഗ്ലാസ്സിലാണ് കേട്ടോ വരുന്നത്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ജാറിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വെയിറ്റിൽ വരുന്ന ഒരു ഗ്ലാസിൻ്റെ ജാറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 485 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു 3-4 എണ്ണമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ച് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് പാൻട്രി യൂണിറ്റിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്ലീസ്, നിങ്ങൾ ലൈക്ക് ചെയ്താൽ നമ്മളെ വീഡിയോ ഒരുപാട് റീച്ചിലെത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പ്ലീസ് മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മറന്നു പോയാലോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി ഗ്ലാസ് ജാറാണ്. അത്യാവശ്യം നല്ല കപ്പാസിറ്റിയിൽ ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്താൽ വെക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് 3 എണ്ണം വരുന്ന ഒരു ഫ്ലവർ വേസിൻ്റെ സെറ്റാണ് കേട്ടോ. 3 ഡിഫറെൻറ്റ് മോഡലിൽ വരുന്ന ഫ്ലവർ വേസാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ നമ്മളൊരു പിങ്ക് തീമിലൊക്കെ വീട് അറേഞ്ച് ചെയ്ത് വെക്കുന്നവർക്ക്, അതിന് വൈറ്റ് ആൻഡ് പിങ്കിലൊക്കെ വീട് അറേഞ്ച് ചെയ്ത് വെക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്.
3 വരുന്ന ഒരു സെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ 3 ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വരുന്ന 3 സെറാമിക്കാണ്. നല്ല ക്വാളിറ്റി ഉള്ള സെറാമിക്കിലാണ് വരുന്നത്. നല്ല ഫിനിഷിങ്ങും ഉണ്ട്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വെയിറ്റുള്ള സെറാമിക്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് വരുന്ന 3 ഫ്ലവർ വേസുകളാണ് കേട്ടോ. അപ്പം ഈ ഒരു ഡോണറ്റ് ഷേപ്പിലുള്ളതിൻ്റെ വൈറ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഒന്നെന്നെ വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 100 സംതിങ് അങ്ങനെ ഏതാണ്ടായിരുന്നു തോന്നുന്നുണ്ട് പ്രൈസ്. ഏതായാലും ഒരു 200 അടുത്തായിട്ടായിരുന്നു തോന്നുന്നുണ്ട്. എനിക്ക് മറന്നു പോയിട്ടുണ്ട്, ഒരുപാട് മുന്നേ വാങ്ങിച്ചതായിരുന്നു. പക്ഷേങ്കിൽ ഇത് 3 വരുന്ന ഒരു സെറ്റിനും കൂടി വരുന്ന പ്രൈസ് 404 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് വേർത്താണ്. കാരണം ഓരോന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കിതിലും കൂടുതൽ പ്രൈസ് ആവും. 3 ആയതുകൊണ്ട് ആ ഒരു പ്രൈസിന് വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ അത് അടുത്ത ഷേപ്പ് ഇതാണ് കേട്ടോ. 3 ഡിഫറെൻറ്റ് ഷേപ്പാണ്. 3 നല്ല ഭംഗിയുള്ള ഷേപ്പാണ്. നമ്മളിതിൽ ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സോ അല്ലെങ്കിൽ ഡ്രൈഡ് ലീവ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അതൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 404 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.